Let's go to the next question. Question number 9. Now, question number 9 choose the polar molecule from the following. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് നമുക്ക് പറയാം ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിലെ ഏത് സബ് ടോപ്പിക് ആണെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് സബ് ടോപ്പിക് ഡൈപോൾ മൊമെന്റ്. തന്നിരിക്കുന്ന മോളിക്യൂൾസ് ഒക്കെ നോക്കണേ. ആദ്യത്തെ ആള് CCl4, രണ്ടാമത്തെ ആള് CO2, നെക്സ്റ്റ് വൺ ഈസ് എത്തീൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലോറോഫോം. അപ്പൊ ഇത് നമുക്ക് ഇവരുടെ സ്ട്രക്ചറിലേക്ക് പോവാം. CCl4 നമുക്കറിയാം ടെട്രാഹൈഡ്രൽ ആണ്. ഇപ്പൊ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ഡ്രോ ലൈക്ക് ദിസ് CCl4 അല്ലേ. ഇത് ഏത് ടൈപ്പ് മോളിക്യൂൾ ആണ് നമുക്കറിയാം, AB4 ടൈപ്പ് ആണ്. ആൻഡ് ഇവിടെയുള്ള എല്ലാ ബോണ്ട് ആംഗിൾസും 109 ഡിഗ്രി 28 മിനിറ്റ് അല്ലേ. എല്ലാ ആറ്റംസും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവിടെ എല്ലാ ആറ്റംസും സെയിം ആണെങ്കിൽ, ലോൺ പെയർ ഒന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്തില്ല, ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് mu is equal to 0. So if dipole moment equals 0, then that compound is non-polar. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് നോൺ പോളാർ കോമ്പൗണ്ട് ആണ്. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് പോവാം. So whenever you are talking about carbon dioxide, let's think of C double bond O, and here also double bond O alle. And what's the bond angle over here? Bond angle is 180 degree alle. വേറെ ലോൺ പെയറും നമുക്ക് കാർബണിന്റെ സെൻട്രൽ ആറ്റത്തിലില്ല. അപ്പൊ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേ ആറ്റംസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോണ്ട് ആംഗിൾ ഈസ് 180. അവരുടെ ഡൈപോൾസ് പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കോമ്പൗണ്ട് ഏത് ടൈപ്പ് ആണ്, AB2 ടൈപ്പ് ആണ്. ലോൺ പെയർ ഇല്ല. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് എന്താണ്, നോൺ പോളാർ കോമ്പൗണ്ട് ആണ് അല്ലെ. അടുത്ത് വന്നിരിക്കുന്ന ആരാണ്, CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണ്. ദിസ് ഇസ് വാട്ട് വി ഹാവ് C സിംഗിൾ ബോണ്ട് C, ആൻഡ് ഹിയർ യു ഹാവ് H, ഹിയർ ഓൾസോ H അല്ലെ. ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. ആൻഡ് ഹിയർ H, ഹിയർ ഓൾസോ H അല്ലെ. മക്കളെ ഈ ബോണ്ട് നോക്കൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അപ്പൊ അയാളെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ എല്ലാം കാർബണും ഹൈഡ്രജനും ആണ്. അപ്പൊ അവരും പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. സോ ഡെഫിനറ്റ്ലി ഇൻ ദിസ് കേസ് ഓൾസോ ഇറ്റ്സ് mu ഈക്വൽ ടു 0. പിന്നെ നമുക്ക് ഒരൊറ്റ മോളിക്യൂളെ നമുക്കിവിടെ ലൈവായിട്ടുള്ളൂ അല്ലെ. അത് നമ്മൾ ആദ്യം വരച്ച കോമ്പൗണ്ട് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ടെട്രാക്ലോറൈഡ്. എന്നാൽ ഇയാൾ മാറി, ഇറ്റ്സ് ക്ലോറോഫോം. നോക്കൂ, ഇതില് മുകളിലേക്കുള്ള ഒരാൾ മാത്രം വ്യത്യസ്തൻ CH. ബാക്കിയുള്ള ആൾക്കാരെല്ലാം here we have a Cl, and similarly here also we have Cl, similarly here also we have Cl അല്ലെ. അപ്പോ രണ്ട് വ്യത്യസ്ത ആൾക്കാരാണ് ഇവിടെയുള്ളത്. അപ്പൊ ഇവരുടെ ഡൈപോൾസ് പരസ്പരം എന്ത് ചെയ്യില്ല, ക്യാൻസൽ ചെയ്ത് പോകൂല. isn't it? So if it is not getting cancelled, definitely you know dipole moment nu is not equal to 0. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് എന്താണ്, പോളാർ കോമ്പൗണ്ട് ആണ്. ഇത് നമ്മൾ പഠിച്ചത് കെമിക്കൽ ബോണ്ടിങ്ങിൽ മാത്രമല്ല, നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഓർഡർ എഴുതിയപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. CCl4 ഓക്കെ, അയാളെക്കാളും കൂടുതലാണ് ആർക്ക്, CHCl3. അയാളെക്കാളും കൂടുതലാണ് CH2 Cl2. അയാളെക്കാളും കൂടുതലാണ് CH3Cl. ആൻഡ് ലാസ്റ്റ് കൊണ്ട് ഡൈപോൾ മൊമെന്റ് എന്താണ്, 0 ആണ്. ബാക്കിയുള്ളവരുടെ ഒന്നും എന്തല്ല, 0 അല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ 2 ചാപ്റ്ററിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിവേ നമ്മുടെ ആൻസർ ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് നോ ഡൗട്ട് ഓപ്ഷൻ CHCl3.